ഇന്ന് നമ്മൾ 4 മണി ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് വെച്ചിട്ടുള്ളൊരു പക്കോട റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ബ്രെഡ് വെച്ചിട്ട് നമ്മൾ സാധാരണ കുറേ രീതിയിൽ ചെയ്യലുണ്ട്. പക്ഷേ ഇത് കുറച്ച് സോയൊക്കെ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പക്കോടയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് ഞാനൊരു 5 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഈ ബ്രെഡ് ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്നങ്ങ് മുറിച്ചിടുക. നന്നായിട്ടൊന്ന് ഇത്തിരി വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. 5 പീസ് ബ്രെഡ് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ടിയില്ല. കുറച്ച് വെള്ളം തെളിച്ച് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കി എടുക്കുക. അതാ ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് സോയ ചങ്ക്സ് ആണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടൊരു 3/4 കപ്പ് അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 3/4 കപ്പ് എന്ന് പറയുമ്പോൾ കുതിർത്തുന്നതിന് മുമ്പുള്ളതാണ് കേട്ടോ. ഇത് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ്. അതായത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതൊരു 10-15 മിനിറ്റ് നല്ല ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് നമ്മൾ സാധാരണ എടുക്കലുണ്ടല്ലോ, സോയ എടുക്കലുണ്ടല്ലോ, ആ രീതിയിൽ തന്നെ ഇതുപോലെ അതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത്. ഇതിനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് അരഞ്ഞ് പേസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ ഒന്നങ്ങ് ഒതുക്കിയെടുത്താൽ മതി. ഇനി കുറച്ച് ചേരുവകളും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിൽ വരുന്ന ഒരു സവാള ഇതുപോലെ ഒന്നങ്ങ് മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 പച്ചമുളകും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ അളവിലുണ്ടാവും. അതുകൂടെ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ, ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ വേണമെങ്കിൽ എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മസാലപ്പൊടികളായിട്ട് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, എരിവ് നോക്കിയിട്ട് മതി. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ മസാല, ബീഫ് മസാല അങ്ങനെ എന്തെങ്കിലും ഒരു ഇത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 3-4 നുള്ളു, ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മതി. പാകത്തിനുള്ള ഉപ്പ്, ഒരു 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുക. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പം ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പത്തിരിയുടെ ഒരു പൊടി ഉണ്ടല്ലോ, അതാണ്. നല്ലൊരു ക്രിസ്പി ആയിരിക്കും അരിപ്പൊടി കൂടെ ഉണ്ടെങ്കിൽ, നല്ല ടേസ്റ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ ഇത്രയും ചേരുവകളാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കി എടുക്കുക. ആ ബ്രെഡും ബാക്കി കാര്യങ്ങളും എല്ലാം മിക്സായി കിട്ടണം. ആ സമയത്ത് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് വേണ്ട. ഇതുപോലെ ഒന്ന് നനച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പറ്റിയാൽ മതി. കൈ ഉപയോഗിച്ച് നന്നായിട്ട് നിങ്ങൾ ഞെരടി കുഴച്ചെടുക്കുന്ന സമയത്ത് ഈ രീതിയിലായി കിട്ടും. ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ പാകത്തിന് ആയി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മളെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിനി ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ പാകത്തിനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് കയ്യിലിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നങ്ങ് പ്രസ്സായി കൊടുക്കുക. നേരത്തെ ആക്കിയ പോലെ ഒന്നങ്ങ് പരത്തിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കുറച്ചുകൂടി നല്ല ക്രിസ്പി ആയിട്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അത്രയേ ഉള്ളൂ. ചെറിയ ചെറിയ വലുപ്പത്തിലാണ് ഇട്ടിട്ടുള്ളത്. വലുതാക്കണമെങ്കിൽ ചെയ്യാട്ടോ, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ പിന്നെ കിള്ളിട്ടപ്പത്തിനൊക്കെ ഇങ്ങനെ കോരിടുന്ന പോലെ കുറച്ച് ഇങ്ങനെ പക്കവട പോലെ ആക്കിയിട്ടാലും മതി. അപ്പോൾ നോക്കിയിട്ട് ഫ്രൈ ചെയ്യുക. എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഓയിൽ നല്ല ചൂടുണ്ടായിരിക്കണം. എന്നിട്ട് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഫ്രൈ ആക്കി എടുക്കുക. കാരണം ആ ഒരു സോയ ഒന്ന് കറക്റ്റ് ഫ്രൈ ആയി കിട്ടാനുണ്ടല്ലോ. അങ്ങനെ 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനിയും ഇതുപോലെ 2 ബാച്ച് കൂടെ ഉണ്ടാക്കാനുള്ള മാവുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ ചെയ്യാം. അപ്പോൾ ഇത് നല്ല ചൂടോട് കൂടി തന്നെ ഇങ്ങനെ മുറിച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ശരിക്കും നല്ലൊരു ക്രിസ്പി ഉണ്ടാവും. കുറച്ച് ബ്രെഡൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ. പിന്നെ ഒരു ഉള്ളിവടയുടെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഏകദേശം. എന്നാലും സോയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചെയ്തു വെക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചെയ്തു വെക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.